എല്ലാവർക്കും എഡ്യൂക്കേഷൻ്റെ ഡെയിലി കറണ്ട് അഫെയർസ് സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 3rd and 4th കറണ്ട് അഫെയർസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഭൂട്ടാൻ ഫോറേ ബൈ അനിൽ അംബാനീസ് റിലയൻസ്. ഇതൊന്നുമല്ല, ഭൂട്ടാനിലെ ഭൂട്ടാൻ ഗവൺമെന്റിന്റെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് സ്കീമായിട്ടുള്ള ഡ്രഗ് ഹോൾഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡും റിലയൻസ് ഗ്രൂപ്പുമായിട്ട് ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്തു എന്നാണ്. അത് ഭൂട്ടാനിലെ ഗ്രീൻ എനർജി ജനറേഷനും അതായത് പ്രത്യേകിച്ച് സോളാർ ആൻഡ് ഹൈഡ്രോ പവറിന്റെ ഇനിഷ്യേറ്റീവ്സിന് വേണ്ടിയിട്ടും ഗ്രീൻ ടെക്നോളജിയുടെ ഇന്നോവേഷൻസിനൊക്കെ വേണ്ടിയിട്ടായിട്ടാണ് ഈ ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത്. റിലയൻസിന്റെ സൈഡിൽ നിന്ന് അവിടുത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ഹർമൻജിത് സിംഗ് നഖിയും അതേ കണക്ക് തന്നെ നമ്മുടെ ഡർക്ക് ഹോൾഡിംഗ് ഇൻവെസ്റ്റ്മെന്റിന്റെ സൈഡിൽ നിന്ന് അവിടുത്തെ സിയായിട്ടുള്ള ഉജ്വൽ ദീപ് ദഹാലുമാണ് ഈ ഒരു ഇത് സൈൻ ചെയ്തിരുന്നത്. സോ അപ്പൊ റീസെന്റ് ആയിട്ട് ഭൂട്ടാനുമായിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന ഏത് കമ്പനിയാണ്? റിലയൻസ് ആണ്. മോദി സേസ് ടോയ്ലറ്റ് കവറേജ് റീച്ച് 100% ആഫ്റ്റർ ലോഞ്ച് സ്വച്ഛ് ഭാരത് മിഷൻ. അപ്പോൾ ഇത് ഗാന്ധി ജയന്തിയോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു ന്യൂസ് ആണ്. നമ്മുടെ 2014 ഒക്ടോബർ 2 സ്വച്ഛ് ഭാരത് മിഷൻ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. സോ അപ്പൊ അത് കഴിഞ്ഞ വർഷമൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 60% മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളായിരുന്നു, അത് കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം അങ്ങനെയല്ല, 100%ഉം അത് ലോഞ്ച് ആയിട്ടുണ്ട്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് സ്വച്ഛ് ഭാരത് മിഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഡിഫെക്ഷനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ സോളിഡ് വേസ്റ്റസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുമാണ്. ഈ രണ്ടേയും ആയിരുന്നു. അപ്പൊ ഇത് ഓൾറെഡി ആദ്യമേ ഒരു ഇത് ലോഞ്ച് ചെയ്തു, സ്വച്ഛ് ഭാരത് മിഷൻ ലോഞ്ച് ചെയ്തു. അതിനുശേഷം സ്വച്ഛ് ഭാരത് മിഷന്റെ സെക്കൻഡ് 2.0 ലോഞ്ച് ചെയ്തു. അത് അർബനും റൂറൽ അങ്ങനെ ചെയ്തിട്ടുള്ളായിരുന്നു അതിന്റെ എയിം വന്നിരുന്നത്. അങ്ങനെ എന്തായാലും അതിനെല്ലാം ഫലം കണ്ടു. 100% നമുക്ക് എന്താണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ പ്രധാനമന്ത്രി അഭിപ്രായപ്പെടുന്നത്. ഗവൺമെന്റ് പ്രിന്റഡ് ദ ദെൻ ഷെൽഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഓൺ എലിഫൻസ്. ഇതെന്ന് പറയുന്നത് എൻവയോൺമെന്റ് മിനിസ്ട്രി എലിഫന്റ് സെൻസസ് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. അത് 20% ഡ്രോപ്പ് ഉണ്ടെന്നുള്ള ന്യൂസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എൻവയോൺമെന്റ് മിനിസ്ട്രിയുടെ തന്നെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്നുള്ള ഭാഗമാണ് എന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് ചെയ്തിരുന്നത്. അപ്പൊ ഇതെങ്ങനെ ഇതിന്റെ കൗണ്ട് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ DNA പ്രൊഫൈലിങ്ങും ക്യാമറ കൗണ്ട്സും യൂസ് ചെയ്തിട്ടാണ് എലിഫന്റ് സെൻസസ് എടുക്കുന്നത്. അപ്പൊ ആക്ച്വലി ഈ ഒരു റിപ്പോർട്ട് ഫുള്ളായിട്ട് അവർ പുറത്തുവിടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ എലിഫന്റ് സെൻസസ് നടത്തുന്നെങ്കിലും വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നടത്തുന്നെങ്കിലും ഇത് പല പാർട്ടായിട്ട്, അപ്പൊ ഇന്ത്യയിൽ തന്നെ സെൻട്രൽ, നോർത്ത് ഇന്ത്യ, അങ്ങനെ ആ ഒരു ഭാഗം, ഈസ്റ്റ് ഇന്ത്യ, അങ്ങനെ ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇത് നടത്തുന്നത്. അതിൽ നോർത്ത് ഇന്ത്യ എന്നുള്ള എലിഫന്റ് സെൻസസ് റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇത് ഡിലേ ആവുന്നത്. പക്ഷെ ഇതിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത് ടോട്ടലിൽ നിന്നൊരു ആവറേജ്, ഇപ്പോൾ ഓരോ ഇതായിട്ട് നമുക്ക് കറക്റ്റ് റിസൾട്ട് വന്നിട്ടില്ല. പക്ഷെ ടോട്ടൽ എടുക്കുമ്പോഴത്തേക്ക് ഒരു 20% ഡ്രോപ്പ് വന്നിട്ടുണ്ടെന്നുള്ള ന്യൂസ് ആണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത്. പാക്കേജ് ലോഞ്ച് ഫോർ സ്കീം സാച്ചുറേഷൻ ഇൻ ST മെജോറിറ്റി വില്ലേജസ്. ഇതെന്ന് പറയുന്നത് ജാർഖണ്ഡിൽ ലോഞ്ച് ചെയ്ത ധർത്തി ആഭ ജൻജതിയ ഗ്രാം ഉത്കർഷ് അഭിയാൻ, ഈ പുതിയൊരു പ്രക്രിയയെ പറ്റിയാണ്. ധർത്തി ആഭ ജൻജതിയ ഗ്രാം ഉത്കർഷ് അഭിയാനെ പറ്റിയാണ്. ഇത് ജാർഖണ്ഡിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ട്രൈബൽ ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ബേസിക് നീഡ്സ് ആയിട്ടുള്ള ഫുഡ്, വാട്ടർ, ഇലക്ട്രിസിറ്റി, ട്രാൻസ്പോർട്ടേഷൻ, എഡ്യൂക്കേഷൻ, ഇങ്ങനത്തെ ബേസിക് നീഡ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്കീമാണ് ധർത്തി ആഭ ജനജതിയ ഗ്രാം ഉത്കർഷ് അഭിയാൻ. ആക്ച്വലി ഇതെന്ന് പറയുന്നത് PM ജൻജതിയ ഉന്നത് ഗ്രാം അഭിയാൻ എന്ന് പറഞ്ഞൊരു സ്കീം ഉണ്ടായിരുന്നു. അതിന്റെ പേര് മാറ്റിയിട്ടാണ് ഈ ഒരു സ്കീം ആക്കിയിരിക്കുന്നത്. ഇനി ധർത്തി ആഭ എന്ന് വരാൻ കാരണം ഇത് ജാർഖണ്ഡാണ്. ജാർഖണ്ഡിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ലീഡർ ആയിരുന്നു ബിർസ മുണ്ട. അപ്പൊ അദ്ദേഹത്തിന് ധർത്തി ആഭ എന്നായിരുന്നു വിളിക്കുന്നത്. അപ്പൊ ആ ഒരു മെമ്മറിയിലാണ് ഇങ്ങനെ ഒരു പേര് സ്കീമിന് ഇട്ടിരിക്കുന്നത്. ഇസ്രയേൽ ഡിക്ലെയർസ് UN ഗുട്ടറസ് പേഴ്സണ നോൺ ഗ്രാഷ്യ. ഇതെന്ന് പറയുന്നത് ഇസ്രയേൽ ഇറാൻ വാർ ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഇറാൻ തിരിച്ച് ഇസ്രയേലിനെ അറ്റാക്ക് ചെയ്തത് കാരണം അതില് UN ഫോളോ ആയാലും UN അതിനൊരു മധ്യസ്ഥ വഹിക്കാൻ പറ്റിയില്ല എന്നുള്ള ന്യൂസ് കാരണമാണ്. അപ്പൊ ഇസ്രയേൽ പറഞ്ഞിരിക്കുകയാണ് ആന്റോണിയോ ഗുട്ടറസ്, UNന്റെ ചീഫ് ആന്റോണിയോ ഗുട്ടറസിന് ഇസ്രയേലിലേക്ക് അനുവാദമില്ല, ഇസ്രയേലിലേക്ക് കടക്കാൻ പാടില്ല എന്നുള്ള ന്യൂസ് ആണ് ഇപ്പോൾ നമുക്ക് വരുന്നത്. ഇന്ത്യ ടു ഹോസ്റ്റ് ഫസ്റ്റ് കോക്കോ വേൾഡ് കപ്പ് നെക്സ്റ്റ്. ഇതെന്ന് പറയുന്നത് കോക്കോ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു മത്സര ഐറ്റം, ഒരു കോമ്പറ്റീറ്റീവ് ഐറ്റം ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ 2025 ലോകത്തിലെ ആദ്യത്തെ തന്നെ കോക്കോ വേൾഡ് കപ്പിന് ഇന്ത്യ
ഹോസ്റ്റ് ചെയ്യുന്നുള്ള ന്യൂസ് ആണ്. അതിൽ 24 കൺട്രീസിൽ നിന്ന് 16 മെൻസ് ടീമും 16 വുമൻസ് ടീമും ആയിരിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ അറിയിച്ചിരിക്കുന്നത് കോക്കോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഹെഡ് ആയിട്ടുള്ള സുധൻഷു മിത്തലാണ് നമ്മളെ ഇത് അറിയിക്കുന്നത്. മുയ്സ് സ്റ്റാർട്ട് ഇന്ത്യ വിസിറ്റ്സ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് മാൽഡീവൻ പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് മുയ്സ് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നു എന്നുള്ള ന്യൂസ് ആണ്. മാൽഡീവ്സിനെ പറ്റി പറയുന്നത് മാൽഡീവ്സിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മെയിലാണ്. മാൽഡീവ്സിന്റെ കറൻസി എന്ന് പറയുന്നത് റുഫിയാണ്. അപ്പൊ മാൽഡീവ്സുമായിട്ട് ഇന്ത്യക്ക് നല്ല രീതിയിൽ ടൈപ്പ് ഉള്ള ഒരു രാജ്യമാണ്. സോ അപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നു എന്നുള്ള ന്യൂസാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രോമിസിംഗ് എ സെക്യൂർ മെക്സിക്കോ, ഷെബ്നം ടേക്സ് ഓത്ത്. യെസ്, മെക്സിക്കോയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ഭരണം ഏറ്റെടുത്തു എന്നുള്ള ന്യൂസ് ആണ്. ക്ലൗഡിയ ഷെബ്നം എന്നാണ് പ്രസിഡന്റിന്റെ പേര്. 65 ഇയേഴ്സ് ഓൾഡ് ആണ്. ഒരു സയന്റിസ്റ്റ് ആണ് ക്ലൗഡിയ ഷെബ്നം എന്ന് പറയുന്നത്. സോ മെക്സിക്കോയിലെ ആദ്യത്തെ വുമൻ പ്രസിഡന്റ് വന്നു എന്നുള്ള ന്യൂസ് ആണ്. മെക്സിക്കോയെ പറ്റി പറയുന്നത് മെക്സിക്കോയുടെ ക്യാപിറ്റൽ മെക്സിക്കോ സിറ്റി ആണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് മെക്സിക്കോയിലെ കറൻസി എന്ന് പറയുന്നത് മെക്സിക്കൻ പെസോ ആണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ട്രൈപാർട്ടൈറ്റ് പാക്ട് ഓൺ പവർ എക്സ്പോർട്ട് ടു ബംഗ്ലാദേശ്. ഇതൊന്നുമില്ല, ഈ പേര് ട്രൈപാർട്ടൈറ്റ് എന്ന് പറയുമ്പോൾ 3 രാജ്യങ്ങൾ ഇന്ത്യ, ബംഗ്ലാദേശ്, നേപ്പാൾ 3 പേരും കൂടി ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് ഇലക്ട്രിസിറ്റി എത്തിക്കാനായിട്ട്. അപ്പൊ ഇന്ത്യയിൽ നിന്ന് വേണ്ടി സൈൻ ചെയ്തിരിക്കുന്ന NTPC ആണ്. ബംഗ്ലാദേശിന് വേണ്ടി സൈൻ ചെയ്ത ബംഗ്ലാദേശ് പവർ ഡെവലപ്മെന്റ് ബോർഡാണ്. നേപ്പാൾ ഇലക്ട്രിസിറ്റി അതോറിറ്റിയാണ് ഇത് സൈൻ ചെയ്തത്. ഇവർ 3 സൈൻ ചെയ്തിട്ടാണ് ബംഗ്ലാദേശിലേക്ക് ഇലക്ട്രിസിറ്റി എത്തിക്കാനായിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തത്. അപ്പൊ ആരൊക്കെ ചേർന്നാണ്? ഇന്ത്യ, നേപ്പാൾ and Bangladesh. Next news. Tax bias segregation in presence violate dignity. സുപ്രീം കോടതി. ഇതെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ പുതിയ ഒരു ഉത്തരവാണ്. അതായത് ജയിലിലുള്ള റെക്കോർഡ്സ് ഉണ്ടല്ലോ, റെക്കോർഡ്സിനല്ല അല്ലെങ്കിൽ പ്രസന്റ് മാനുവൽസിന്നെല്ലാം കാസ്റ്റ് എന്ന് പറയുന്ന ചോദിക്കുന്ന ആ ഒരു വേർഡ് എടുത്ത് മാറ്റണം. അല്ലെങ്കിൽ കാസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒന്നും തന്നെ വരാൻ പാടില്ല. കാസ്റ്റ് എല്ലാവരും തുല്യരായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. സോ ദർ ഷുഡ് ബി നോ ഡിസ്ക്രിമിനേഷൻ എന്നാണ്. കാസ്റ്റ് കോളംസ് ആൻഡ് റെഫറൻസസ് ഇൻ പ്രിസണേഴ്സ് ആൻഡ് രജിസ്റ്റർ ഷുഡ് ബി റിമൂവ്ഡ് ആണ്. വിത്തിൻ 3 മാസത്തിനകം ഇത് റിമൂവ് ചെയ്യണം എന്നാണ് നമ്മുടെ സുപ്രീം കോർട്ട് ഉത്തരവിട്ടിരിക്കുന്നത്. ഇത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർട്ടിക്കിൾ 15 അതേ കണക്ക് തന്നെ ആർട്ടിക്കിൾ 17 ആർട്ടിക്കിൾ 15(1) എന്ന് പറയുമ്പോഴത്തേക്ക് റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷനും അതേ കണക്ക് തന്നെ 17 എന്ന് പറയുമ്പോൾ അൺടച്ചബിലിറ്റി. അപ്പൊ ഈ 2 ആർട്ടിക്കിളിനെയും വയലേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ വരാൻ പാടില്ല എന്നൊരു ന്യൂസ് ആണ് നമുക്കിപ്പോ അവിടെ വരുന്നത്. Leopard population in Odisha forest jumps by 22% to 696 in 2 years. ഇതെന്ന് പറയുന്നത് ഒഡീഷയിലെ ലെപ്പേർഡിന്റെ പോപ്പുലേഷൻ പെട്ടെന്ന് തന്നെ ഒരു ഹൈക്ക് കാണിച്ചു എന്നുള്ള ന്യൂസാണ്. 22% ഹൈക്കാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ന്യൂസായിട്ട് പറയാൻ കാരണം വെച്ചാൽ ഓൾറെഡി നേരത്തെ നമ്മൾ 2022 എടുക്കുമ്പോഴത്തേക്ക് 568 760 നിന്ന് 568 ഒരു കുറവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഈ ലെപ്പേർഡ്സിനെ അറ്റാക്ക് ചെയ്യുന്നു, ലെപ്പേർഡ്സിന് സ്കിന്നിന് വേണ്ടി ലെപ്പേർഡ്സിനെ ഉപദ്രവിക്കുന്നു എന്നൊക്കെയുള്ള ന്യൂസസ് നമുക്ക് സ്ഥിരം കേൾക്കായിരുന്നു. അപ്പൊ അതിൽ നിന്നാണ് പെട്ടെന്ന് എന്തായാലും ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടുള്ള 22% ഇൻക്രിമെന്റ് ഉണ്ട്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന 568 എന്നുള്ളത് ഇപ്പൊ എന്തായിട്ട് മാറി 696 ആയിട്ട് മാറി എന്നുള്ള ഒരു ഗുഡ് ന്യൂസ് ആണ് നമുക്ക് വരുന്നത്. വളരെ നല്ല ന്യൂസ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്. ക്ലാസിക്കൽ ലാംഗ്വേജസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസ് ആണ്. ഓൾറെഡി നമുക്കറിയാം, നമുക്ക് ഓൾറെഡി 6 ക്ലാസിക്കൽ ലാംഗ്വേജസ് ആണ് ഉള്ളത്. തമിഴ്, തെലുങ്കു, മലയാളം, കന്നഡ, സാൻസ്ക്രിറ്റ് ആൻഡ് ഒഡിയ. ഇപ്പോഴത്തെ ന്യൂസ് എന്താണെന്ന് പറഞ്ഞാൽ പുതിയ 5 ഭാഷയ്ക്ക് കൂടി ക്ലാസിക്കൽ പദവി ലഭിച്ചു എന്നുള്ളതാണ്. ആ ഭാഷ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ മറാത്തി, ബംഗാളി, ആസാമി, പാലി ആൻഡ് പ്രാകൃതാണ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ഇത് യൂണിയൻ കൾച്ചർ മിനിസ്ട്രി ആണ് ഇപ്പോൾ ഈ ഒരു സ്റ്റാറ്റസ് കൊടുത്തത്. 2004 ആദ്യമായിട്ട് തമിഴിന് ക്ലാസിക്കൽ സ്റ്റാറ്റസ് ലഭിക്കുന്നത്. രണ്ടാമത് ലഭിച്ചത് സാൻസ്ക്രിറ്റ് ആണ് 2005. സോ അപ്പൊ പുതിയതായിട്ട് 5 ഭാഷയ്ക്ക് കൂടി മറാത്തി, ബംഗാളി, ആസാമി, പാലി, പ്രാകൃതന് ലഭിച്ചു എന്നുള്ള ന്യൂസാണ് ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇതോടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് തീർന്നു. അടുത്ത ദിവസം മറ്റു ദിവസത്തെ കറണ്ട് അഫയർ ആയിട്ട് കാണുന്നവരെ ബൈ.